ഹായ് ഫ്രണ്ട്സ്, റീനീറ്റ് എഴുതുവാൻ തയ്യാറെടുക്കുന്ന മക്കളോട് സംസാരിക്കാനാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ഈ ദിവസങ്ങളിൽ നമ്മൾ പലരും സോഷ്യൽ മീഡിയയിലും വാർത്തകളിലും നമ്മൾ ഒരുപാട് തവണ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു റിയാലിറ്റിയാണ് റീനീറ്റ്. നീറ്റ് UG പരീക്ഷ റദ്ദാക്കിയിരിക്കുകയാണ്. ചോദ്യപേപ്പർ ചോർന്നെന്ന ആരോപണത്തിന് പിന്നാലെയാണ് ഈ തീരുമാനം വരുന്നത്. വീണ്ടും പരീക്ഷ നടത്താൻ വിജ്ഞാപനം ഇറക്കുമെന്നതാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ഒരു വർഷം മുഴുവൻ ഉറക്കമില്ലാതെ പഠിച്ച് സ്വപ്നങ്ങളിലേക്ക് ഒരു ചുവട് മാത്രം ബാക്കി നിൽക്കെ കാല് തെന്നി വീണവൻ്റെ അവസ്ഥയിലാണ് ഇന്ന് ഇന്ത്യയിലെ 10,000-കണക്കിന് മെഡിക്കൽ വിദ്യാർത്ഥികൾ. പക്ഷെ നിങ്ങൾ തളർന്നിരിക്കുമ്പോഴാണ് 12th ഫെയിൽ എന്ന സിനിമയിലെ മനോജ് കുമാർ ശർമ്മയെക്കുറിച്ച് നാം ഓർക്കേണ്ടത്. ഒന്നല്ല, രണ്ടല്ല, 3 തവണ പരാജയപ്പെട്ടിട്ടും ചവറുകൾക്കിടയിൽ കിടന്ന് ഉറങ്ങേണ്ടി വന്നിട്ടും തോറ്റുകൊടുക്കാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല. സിസ്റ്റം നിങ്ങൾക്കെതിരെ നിൽക്കുമ്പോൾ, സാഹചര്യം നിങ്ങളെ പരീക്ഷിക്കുമ്പോൾ, ഇന്ന് IPS ആയി സേവനം അനുഷ്ഠിക്കുന്ന മനോജ് കുമാർ ശർമ്മയോട് കാലം പറഞ്ഞ അതേ വാക്ക് അതുതന്നെയാണ് എനിക്കും നിങ്ങളോട് പറയാനുള്ളത്. റീസ്റ്റാർട്ട്. നമ്മളിൽ പലർക്കും ഇൻസ്പയറിംഗ് ആയ സിനിമയാണ് 12th ഫെയിൽ. അതൊരു IPS ഓഫീസറുടെ റിയൽ സ്റ്റോറിയാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. 12ാം ക്ലാസ്സിൽ തോറ്റുപോയ, ഓട്ടോറിക്ഷ ഓടിച്ചും ലൈബ്രറി തൂത്തുവാരുന്ന പണി ചെയ്തും മില്ലിൽ പണിയെടുത്തും ബാത്റൂം കഴുകിയും എല്ലാത്തിനും ഒടുവിൽ IPS ഓഫീസറായി മാറിയ മനോജ് കുമാർ ശർമ്മയുടെ യഥാർത്ഥ ജീവിതം. ആ സിനിമ കാണുമ്പോൾ നമ്മൾ ആവേശം കൊണ്ടു. എന്നാൽ ഇന്ന് നീറ്റ് പരീക്ഷയിലെ ചില ക്രമക്കേടുകൾ കാരണം പഠിച്ചെഴുതിയ പരീക്ഷ വീണ്ടും എഴുതേണ്ടി വരുന്ന റീനീറ്റ് എന്ന ഒരു അവസ്ഥയിലൂടെയാണ് നമ്മുടെ നാട്ടിലെ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ കടന്നു പോകുന്നത്. IPS മനോജ് ശർമ്മയ്ക്ക് മുന്നിൽ പ്രതിസന്ധികൾ ഒരു മല പോലെ ഉണ്ടായിരുന്നു. പണമില്ലായിരുന്നു. 12ാം ക്ലാസ്സിൽ തോറ്റവനെന്ന മുദ്രകുത്തലുകൾ ഉണ്ടായിരുന്നു. പക്ഷേ ഓരോ തവണ വീഴുമ്പോഴും അദ്ദേഹം ഒന്നും മാത്രമേ പറഞ്ഞുള്ളൂ: റീസ്റ്റാർട്ട്. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നീറ്റ് പരീക്ഷയുടെ കാര്യത്തിൽ തെറ്റ് ചെയ്തത് നിങ്ങളല്ല, പക്ഷേ അതിൻ്റെ ഭാരം ചുമക്കേണ്ടി വരുന്നത് നിങ്ങളാണെന്നതാണ് ഏറ്റവും സങ്കടകരം. എങ്കിലും ഓർക്കുക, നിങ്ങളുടെ കഠിനാധ്വാനവും കഴിവും ആർക്കും മോഷ്ടിക്കാനാവില്ല. ചോദ്യപേപ്പർ ചോർന്നേക്കാം, പക്ഷേ നിങ്ങൾ ഇത്രയും കാലം പഠിച്ച അറിവ് അത് ചോരില്ല. ഒരു പക്ഷേ നിങ്ങൾ ചിന്തിക്കാം, എന്തിനാണ് ഞാൻ വീണ്ടും പരീക്ഷ എഴുതുന്നത്? IPS മനോജ് ശർമ്മയോട് അന്ന് ലോകം ചോദിച്ചത്, നിന്നെക്കൊണ്ട് ഇത് ഇനിയും പറ്റുമോ? വീണ്ടും വീണ്ടും ഈ പരീക്ഷ എഴുതുന്നത് എന്തിനാണെന്നാണ്. അതിനുള്ള മറുപടി അദ്ദേഹം നൽകിയത് തൻ്റെ പ്രവൃത്തിയിലൂടെയാണ്. താൻ ആഗ്രഹിച്ച ലക്ഷ്യം നേടിക്കൊണ്ടാണ്. ഇതൊരു പരീക്ഷണമല്ല, അവസരമാണ്. നിങ്ങൾ ഇതിനകം പഠിച്ചു കഴിഞ്ഞു. ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് നിങ്ങളുടെ പോരായ്മകൾ പരിഹരിക്കാനുള്ള ഒരു അധിക സമയമായി ഇതിനെ കാണുക. ഒരു ഡോക്ടറാകാൻ പോകുന്ന വ്യക്തിക്ക് വേണ്ട ഏറ്റവും വലിയ ഗുണം ക്ഷമയാണ്. ഈ പ്രതിസന്ധിയെ അതിജീവിച്ചാൽ നിങ്ങൾക്ക് നേരിടാൻ കഴിയാത്തതായി ഒന്നുമുണ്ടാകില്ല. മനോജ് കുമാർ ശർമ്മ IPS ഓഫീസറായപ്പോൾ ആ സിനിമയിൽ ഒരു വാചകമുണ്ട്: ഇതൊരു വ്യക്തിയുടെ വിജയമല്ല, സത്യസന്ധമായി കഷ്ടപ്പെടുന്ന എല്ലാവരുടെയും വിജയമാണ്. ഈ റീനീറ്റ് പരീക്ഷയും അങ്ങനെയാവട്ടെ. പ്രതിസന്ധികളിൽ തളരാതെ, സിസ്റ്റത്തിലെ പാളിച്ചകളെ പഴിക്കാതെ, ആത്മവിശ്വാസത്തോടെ ഒരിക്കൽ കൂടി പോരാടാൻ തയ്യാറെടുക്കുക. മനോജ് ശർമ്മയെപ്പോലെ നിങ്ങൾക്കും പറയാൻ സാധിക്കണം, ഞാൻ തോറ്റുകൊടുക്കാൻ തയ്യാറല്ല. ഒന്നോർത്തു നോക്കിയേ, പകലും രാത്രിയും ഉറക്കമളച്ചിരുന്ന് ലക്ഷ്യബോധത്തോടെ നിങ്ങൾ നടത്തിയ ആ തയ്യാറെടുപ്പുകൾ. എന്നാൽ ഒരു സുപ്രഭാതത്തിൽ കള്ളത്തരത്തിലൂടെയും തട്ടിപ്പിലൂടെയും ആരോ ഒരാൾ നിങ്ങളുടെ ആ സ്വപ്ന സീറ്റ് കവർന്നെടുത്തപ്പോൾ ഉണ്ടായ ആ നീറ്റൽ അതെത്ര വലുതായിരുന്നു. അന്ന് നഷ്ടപ്പെട്ടു എന്ന് കരുതിയ ആ MBBS സീറ്റ്
ഇന്ന് അഴിമതിയുടെ കറപുരളാതെ നിങ്ങളിലേക്ക് തിരികെ വരികയാണ്. ഇതാണ് നീതിനിഷ്ഠം. തട്ടിപ്പുകാർക്ക് ഒളിച്ചോടാം, പക്ഷേ സത്യസന്ധമായി പരിശ്രമിച്ചവന്റെ വിജയം തടയാൻ ആർക്കും കഴിയില്ല. ഈ റീനീറ്റ് 2026 ഒരു പരീക്ഷ മാത്രമല്ല, അത് നിങ്ങളുടെ പോരാട്ട വീര്യത്തിനുള്ള അംഗീകാരവുമാണ്. കള്ളത്തരത്തിലൂടെ നേടിയവരല്ല, മറിച്ച് വിയർപ്പൊഴുക്കി പഠിച്ച നിങ്ങളാണ് നാളെയുടെ ഡോക്ടർമാരാകേണ്ടത്. നിങ്ങൾ എല്ലാവരും റീനീറ്റ് എഴുതണം. കാരണം വിജയിക്കുന്നവർ ഒരിക്കലും പിന്മാറുന്നവരല്ല, പിന്മാറുന്നവർ ഒരിക്കലും വിജയിക്കുന്നതുമില്ല. ഒരു വട്ടം കൂടി പോരാടാൻ കാണിച്ച ഈ മനസ്സ് തന്നെയാണ് നിങ്ങളുടെ ആദ്യത്തെ വിജയം. ഈ പരീക്ഷയെ നമ്മൾ അതിജീവിക്കുക തന്നെ ചെയ്യും. യെസ്, എ ന്യൂ ചാപ്റ്റർ ബിഗിൻസ് ടുഡേ. ലെറ്റ്സ് റീസ്റ്റാർട്ട് വിത്ത് ബ്രില്യൻറ്റ്. Brilliant Study Center, India's #1 coaching center for NEET and JEE.